നമസ്കാരം. പാകിസ്ഥാനെ എന്നേക്കുമായി ഭൂപടത്തിൽ നിന്നും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ നരേന്ദ്രമോദി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ പഹൽഗാമിൽ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാൻ കരുതിയത് ഇന്ത്യ അവരുടെ ബങ്കറുകൾ ആക്രമണം നടത്തുമെന്നൊക്കെ. പക്ഷേ ഇന്ത്യ പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ തരത്തിലുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നു. നിലവിൽ വീണ്ടും യുദ്ധം നടത്തുക ജലം വഴി ആയിരിക്കും. അതിന്റെ തുടക്കം ഇന്ത്യ തന്നെ കുറിച്ചിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന രവി നദിയിലെ ഭാരതത്തിന്റെ അവകാശപ്പെട്ട ജലം ഇനി മുതൽ പൂർണ്ണമായും നമ്മുടെ കർഷകർക്ക് സ്വന്തമാണ്. അതായത് പാകിസ്ഥാനിലേക്ക് ഒഴുക്കിവിടുന്ന ജലത്തിന്റെ അളവ് കുറയ്ക്കാനാണ് ഇന്ത്യയുടെ നീക്കം. സിന്ധു നദീജല ഉടമ്പടി തന്നെ മരവിപ്പിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ രവി നദിയിൽ നിന്നുള്ള വെള്ളവും ഇന്ത്യ തടയുകയാണ്. അതായത് ലക്ഷ്യം ഒന്നേ ഉള്ളൂ, പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനം അവർ നിർത്തണം. അതെല്ലാം നിർത്താൻ ഉള്ള നീക്കങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത്. ഭീകര പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ നിർത്തിയാൽ ഇന്ത്യ വെള്ളം തരും, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പാക്കുകൾ ഇന്ത്യയുടെ കാൽ പിടിച്ചു തുടങ്ങേണ്ട കാഴ്ച വിദൂരമല്ല എന്നതാണ് പ്രധാന കാര്യം. മാർച്ച് അവസാനത്തോടെ ഷാംപൂർ ഖന്ദി ബാരേജ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇന്ത്യക്ക് ആവശ്യത്തിനുള്ള സംഭരണശേഷി ലഭിക്കും. ഇതോടെ പാകിസ്ഥാനിലേക്ക് ഒഴുക്കിവിടുന്ന അധിക ജലം ഇന്ത്യ നിലനിർത്തും. ജമ്മു കാശ്മീർ മന്ത്രി ജാവേദ് അഹമ്മദ് റാണയാണ് ഈ വിവരം അറിയിച്ചിട്ടുള്ളത്. പാകിസ്ഥാനിലേക്ക് അധിക ജലം ഒഴുക്കുന്ന സാഹചര്യം നിർത്തണമെന്നും അതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വളർച്ചാ മേഖലകളായ കത്വ, സാംബ ജില്ലകളിലേക്കായിരുന്നു വെള്ളം നൽകിയിരുന്നത്. ഒഴുക്ക് തടയുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതം എന്ത് എന്ന ചോദ്യത്തിന് പാകിസ്ഥാന്റെ കാര്യം എന്തിന് അന്വേഷിക്കുന്നുവെന്നും അവരുടെ പ്രശ്നങ്ങൾ അവർ തീർക്കട്ടെ എന്നുള്ളൊരു മറുപടിയാണ് റാണ നൽകിയത്. 1960 ഉടമ്പടി അനുസരിച്ച് സത്ലജ്, ബിയാസ്, രവി ഉൾപ്പെടുന്ന കിഴക്കൻ നദികളിലെ അവകാശം ഇന്ത്യക്കാണ്. സിന്ധു, സലം, ചെനാബ് എന്നീ നദികളിലെ ജലമാണ് പാകിസ്ഥാന് അവകാശപ്പെട്ടിരുന്നത്. ഇന്ത്യയുടെ സംഭരണശേഷിയുടെ അഭാവത്താലാണ് രവിയിലെ വെള്ളം ഇതുവരെ ആ രാജ്യത്തിന് നൽകിയിരുന്നത്. ഇനി സാഹചര്യം തീർത്തും മാറും. പാകിസ്ഥാനിലെ കാർഷിക മേഖലയെ ഉൾപ്പെടെ മോശം രീതിയിൽ ഈ നടപടി ബാധിച്ചേക്കും എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലാഹോർ, മുൽഖാൻ പോലുള്ള പ്രധാന നഗരങ്ങളിലെ കുടിവെള്ള ലഭ്യതയും ഇത് ബാധിക്കും. 1979 ഷാംപൂർ ഖന്ദി പദ്ധതി രൂപകൽപ്പന ചെയ്തത്. 46 വർഷങ്ങൾക്ക് ശേഷമാണ് പദ്ധതി പ്രാവർത്തികമാകാൻ പോകുന്നത്. 1982 ഇന്ദിരാഗാന്ധി ശിലയിടൽ നടത്തിയെങ്കിലും പിന്നാലെ രാഷ്ട്രീയ തർക്കങ്ങളുടെ പേരിൽ പദ്ധതി നിലച്ചു. 2013 വീണ്ടും നിർമ്മാണം ആരംഭിച്ചെങ്കിലും 2014 പഞ്ചാബ്, ജമ്മു കാശ്മീർ തർക്കം മൂലം വീണ്ടും തടസ്സപ്പെട്ടു. 2018 കേന്ദ്രം ഈ പദ്ധതിക്കായി 485 കോടി രൂപ അനുവദിച്ചു. തുടർന്നാണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചത്. അതേസമയം ഇന്ത്യയുടെ നീക്കത്തിനെതിരെ ഇതിനകം തന്നെ പാകിസ്ഥാൻ ഹേഗിലെ മധ്യസ്ഥ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് ഇപ്പോഴും അവർ തുടരുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പഞ്ചാബിലെ 5000 ഹെക്ടറോളം കാർഷിക മേഖലയ്ക്ക് ഇത് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല എന്ന് വ്യക്തമാക്കി നേരത്തെ തന്നെ സിന്ധു നദീജല വിതരണ കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയത് പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ വമ്പൻ ജലവൈദ്യുതി പദ്ധതി ആവിഷ്കരിച്ചത്. അത് പാകിസ്ഥാന് കൂടുതൽ ആഘാതമായി മാറി. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ തീരുമാനം. നേരത്തെ രവി നദിയിൽ നിന്ന് ഇന്ത്യയുടെ ആവശ്യം കഴിഞ്ഞുള്ള അധിക ജലം പാകിസ്ഥാനിലേക്ക് ഒഴുക്കിയിരുന്നു. സമ്പദ് വ്യവസ്ഥയുടെ മുന്തിയ പങ്കും കൃഷിയെ ആശ്രയിക്കുന്ന പാകിസ്ഥാന് ഇതൊരു വലിയ ആശ്വാസകരമായിരുന്നു. കാരണം ഫ്രീ ആയിട്ടായിരുന്നു പാകിസ്ഥാനിൽ വെള്ളം കിട്ടിക്കൊണ്ടിരുന്നത്. 1960 ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ കരാർ പ്രകാരം സത്ലജ്, രവി തുടങ്ങിയ കിഴക്കൻ നദികളിലെ വെള്ളം പൂർണ്ണമായി ഉപയോഗിക്കാൻ ഇന്ത്യക്ക് കഴിയും. വെസ്റ്റേൺ നദികളായ സിന്ധു, ചെനാബ്, ചലം എന്നിവയിലെ വെള്ളത്തിന് ഇതേ അധികാരം പാകിസ്ഥാനുമുണ്ട്. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ കരാറിൽ നിന്നും പിൻവാങ്ങുകയാണ് ഉണ്ടായത്. ഭീകരർക്ക് ഈ വലിയ രീതിയിലുള്ള പിന്തുണ പാകിസ്ഥാൻ നൽകുന്നു. ആ നിലപാട് പൂർണ്ണമായും പാകിസ്ഥാൻ പിന്തിരിയും വരെ ഇനിയൊരു ബന്ധവും പാകിസ്ഥാനുമായിട്ട് ഉണ്ടാകില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ചെനാബ് നദിയിലെ ജലവൈദ്യുതി പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകണമെന്ന് ഇതിനിടെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇന്ത്യ കേട്ട ഭാവം നടിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ GDP-യുടെ 25% പങ്കുവഹിക്കുന്നത് കാർഷിക മേഖലയാണ്. പാകിസ്ഥാന്റെ കാർഷിക മേഖലയ്ക്കുള്ള 80% ജലവും എത്തിയിരുന്നതാകട്ടെ സിന്ധു നദിയിൽ നിന്ന്. ഇന്ത്യ പാകിസ്ഥാന് വെള്ളത്തിൽ നൽകിയ ഷോക്കിന്റെ ശക്തി ഇതിൽ നിന്നും വ്യക്തമാണ്. ചെനാബ്, രവി നദികളിൽ വെള്ളം കൂടി ലഭിക്കാവുന്നത് പാകിസ്ഥാന് വൻ തിരിച്ചടിയാവും.